വേറെ 1 2 വീക്കെൻഡ് അതൊന്നും വേണ്ട. ഹർത്താൽ ഡേ അത് തന്നെ. രാവിലെ 10 മണി. ഓക്കെ സെറ്റ്. ബിസിനസ് ചെയ്യാമോ? ഓഫർ ക്ലോസസ് സൂൺ. ഹർത്താലായിട്ട് ഫുള്ള് ബോറാണ് ടുട്ടു. നമ്മളിനി എന്തോ ചെയ്യടാ, കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. എന്താടാ ഒന്നും മിണ്ടാത്ത വാതം? എന്തായാലും പറ, എന്താന്നും പറ. ആടാ പറയടാ. എടാ എവിടെയാടാ നീ? എടാ ഞാൻ വീട്ടിലുണ്ട്. എന്താടാ വിളിച്ചേ? എങ്ങനെ കാര്യങ്ങളൊക്കെ വല്ലതും നടക്കുവോ? എന്തുവാ? എടാ ഹർത്താലില്ലേ, വെറുതെ ചാമ്പുണ്ടായ നമുക്ക്. കുപ്പി എടുക്കുന്ന കാര്യമാണോ? ആ കുപ്പി എടുക്കുന്ന, പിന്നെ ചാമ്പുന്നില്ല, പിന്നെ വേറെ എന്തൊരു ചാമ്പുണ്ടോ? എടാ ഇന്നലെ നിന്നെ ഞാൻ വിളിച്ചടാ കുപ്പി എടുക്കാൻ ചേടാൻ വേണ്ടി. നീ പറഞ്ഞ ഇതിന്റെ പൈസ ഇല്ലെന്ന്. അഴുപത്ര വേണ്ട, എടുക്കണ്ട. എനിക്കങ്ങ് വയ്യ. എടാ മൊത്തം പൈസ ഞാൻ ഇട്ടോ. നീ ഇങ്ങനെ ചുമ്മാ സംസാരിക്കണം. നമുക്ക് സാധനം എടുക്കാൻ അടിച്ച് നമുക്ക് ഓഫ് ആവാടെ. ഇന്ന് ഹർത്താലായിട്ട് അടിച്ചത്, പിന്നെ എന്നാ അടിക്കുന്നത്? നീ സാധനം എടുക്കും, പൈസ ഞാൻ കൊടുത്തോളാന്ന്. ഫുൾ പൈസ നീ കൊടുക്കുവോ? മൊത്തം പൈസ ഞാൻ കൊടുത്തു. ഞാൻ മേടിച്ചോളാം. എടാ കുപ്പി എടുക്കുന്ന സാധനം ഇപ്പൊ എങ്ങനെ എടുക്കും? എനിക്ക് അറിയത്തില്ല. എവിടെ എടുക്കാനാ ഇപ്പൊ? എടാ നീ അടുത്തങ്ങാനുള്ള ഏതെങ്കിലും പട്ടാളക്കാരനെ അവനെ വിളിച്ചു നോക്കണം. അവിടെ കോട്ട കാണൂടാ, കോട്ട. നോക്കട്ടെ. ഒരു മിനിറ്റ്. രേഷ്മ ഇവർക്ക് വിളിക്കാൻ കണ്ട സമയം. ഹലോ രായണ്ണ. അണ്ണാ പിന്നെ കുപ്പിയിരിപ്പുണ്ടോ? കോട്ട വല്ല വന്നേ? ബെക്കാടി ഉണ്ടോ? 3500 ഉണ്ടോ അണ്ണാ? കൂടുതലുണ്ടോ? 3500 കൊടുക്കത്തില്ലെന്നോ? ഒരു മിനിറ്റ് നോക്കട്ടെ. എടാ സാധനം ഉണ്ട്, 3500 രൂപ വേണോ? കുഴപ്പമില്ല, എടുത്ത് 3500 രൂപ. ഹർത്താലല്ലേ, നമുക്ക് ആഘോഷിക്കാടാ അങ്ങ്. ഓക്കെ എടുത്തോണ്ട് ഇപ്പൊ വരാം കേട്ടോ. അണ്ണ എടുത്തോട്ടോ, കുഴപ്പമില്ല, ഞങ്ങൾ വരുവാ കേട്ടോ. പെട്ടെന്ന് പോരെ. വരുവാ. ഓക്കെ മോനെ ഇങ്ങോട്ട് ടുട്ടു മോനെ. എന്നാ ഇപ്പൊ വരാവേ. അതൊക്കെ ഉണ്ട്. 1200 രൂപ മുതലാ. 3500 രൂപ കൊടുക്കാൻ പോകുന്നത്. ബിസിനസ് 200 കുറച്ച് കൂട്ടാനില്ലേ, കുഴപ്പമില്ല. പൈസ കൊടുക്കട്ടെ, പൈസ കിട്ടുകയും ചെയ്യും. അടിച്ച് മരിക്കണം. ഹായ് ഹർത്താൽ വിളിക്കുന്നേ. പറയടാ. പെട്രോൾ കിട്ടാൻ വല്ല വഴിയുണ്ടോ? വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ലടാ. എടാ പെട്രോളോ? ഈ ഹർത്താലായിട്ട് പെട്രോൾ അടിച്ച് റിസ്ക് ആടാ. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ലംബോദരൻ വിളിക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ. ലംബോദരണ്ണാ, അണ്ണാ പെട്രോൾ ഉണ്ടോ? പെട്രോള് അത്യാവശ്യമാണ് അതുകൊണ്ടണ്ണാ. എന്തുള്ള ലിറ്ററിന് 300? അണ്ണാ ഇച്ചിരി കൂടുതലല്ലോ അണ്ണാ. ഞാൻ സംസാരിച്ചു. ഒരു മിനിറ്റ് അണ്ണാ. എടാ ലിറ്ററിന് 300. എടാ കുഴപ്പമില്ല, അത്യാവശ്യമാണ്. ഒരെണ്ണം പോകാനായിരുന്നോ? ആടാ ഞാൻ എന്നാ മേടിച്ചു. 5 ലിറ്റർ മതിയോ? അത് മതി. നീ വാങ്ങിച്ചോണ്ടിങ്ങി വാ. ശരിടാ, കൊണ്ട് തരണേടാ. കൊണ്ടുവരാം. 5 ലിറ്റർ എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മേ ഇന്നലെ മേടിച്ച 5 ലിറ്റർ പെട്രോൾ ഇല്ലയോ? അതിങ്ങ് എടുക്ക, ആവശ്യമുണ്ട്. ഞാൻ കുറെ ഉണ്ടാക്കി ഇങ്ങനെ പോയി കഴിഞ്ഞ. ഫോൺ കുത്തിയിട്ടേക്കോണ്. ആരെങ്കിലും ഒക്കെ വിളിക്കുന്ന എമർജൻസി ആയിട്ടായിരിക്കും ഫോൺ വിളിക്കുന്നത്. നീ എന്താ ഉത്തരവാദിത്തമില്ലാത്ത കൂട്ട കാണിക്കുന്നത്? സോറിയാണ്, ഇന്ന് ഹർത്താലൊക്കെ അല്ലായിരുന്നു. ഞാൻ കുറച്ച് ബിസി ആയിട്ട് പോയി. എടാ കാര്യം എന്തുവാ? അളിയ അത്യാവശ്യമായിട്ടുണ്ടല്ലോ, ഊട്ടി വെട്ടണം എനിക്ക്. വലിയ മൂട്ടി ഒരുപാട് അങ്ങ് വളർന്നു കണ്ട കണ്ണിന്റെ അവിടെ കിടക്കുന്നുണ്ടോ? എടാ നിനക്കൊരു ബോധന. ചൊവ്വാഴ്ച ആരെങ്കിലും മുടിവിട്ടാൻ പോടാ മണ്ട. എടാ പൊട്ടന്ന് ഹർത്താലാണാ. പൊട്ടനൊക്കെ എന്തോ ചെയ്യാനാ? അത് പോട്ടെ, നമുക്ക് പൊറോട്ട ബീഫും കഴിക്കാൻ പോയാലോ? അത് നല്ലൊരു ഓപ്ഷനാട്ടോ. ഇന്ന് ഹർത്താലല്ലയോ? കടവെല്ലാം തുറക്കുവോ? സോറി ഹർത്താല്. എവിടെയും കിട്ടുമെങ്കിൽ പറ, ഫുള്ള് തരം ഞാൻ അതും വിട്ട് ട്രിപ്പ് പോയാലോ? എന്നെ കൊണ്ട് കൊല്ലുവന്ന്. എന്റെ പൊന്നളിയ പൊളി വൈബായിരിക്കും. ഒരു പട്ടിക്കുഞ്ഞു പോലും ഓടി കാണത്തില്ല. പണ്ട് 100 ഓടിക്കാം. എന്റെ പൊന്നളിയ ഇന്ന് ഹർത്താൽ. ഒരു പമ്പ് പോയിട്ട് ഒരു ഹോട്ടലിൽ പോലും കാണത്തില്ല. എടാ ഹർത്താൽ ഇല്ലാത്ത സമയം ഞാൻ എത്ര വട്ടം നിന്റെ പുറകെ വിളിച്ചിട്ടുണ്ട്. ടൂർ പോകാനും ട്രിപ്പ് പോകാനും എല്ലാത്തിനും വിളിച്ചിട്ടില്ലയോ? ഫുഡ് കഴിക്കാൻ വരെ വിളിച്ചില്ല. അന്നൊന്നും നിനക്ക് വരണ്ടായിരുന്നല്ലോ. കാണായപ്പോ ഓരോരുത്തന്മാർ ഇറങ്ങി വന്നോളൂ. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. പോകാൻ
നീ കയറി പോ. എടാ അളിയാ നമുക്ക് പോയിട്ട് വരാം. വൈബ്. എന്റെ പൊന്നടാവേ, ഹർത്താൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ ചീട്ട് കളിച്ചില്ല എന്തോ പറയാ, വെള്ളം അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന്, ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചീട്ട് കളി അത് നിർബന്ധം മോനെ. ഹർത്താലിന് ഒരു ചീട്ട് കളി നിർബന്ധം. ഓണാധികാരം പറയാൻ വേണ്ടി ഇട്ടാണ്ട് വെറ്റില 9 ആ ഞാൻ ഡയമണ്ട് ഇട്ട് അല്ല ലവ് ഇട്ട് എടാ പെട്ടെന്ന് കളിക്കടാ, പെട്ടെന്ന് വായത്താളം അടിച്ചോണ്ടിരിക്കുക. ഇത് കളിച്ച് ജയിച്ചിട്ട് വേണം എനിക്ക് അടുത്ത കളി കളിക്കാനായിട്ട്. എന്നാലേ നമ്മളെ രാവിലെ എല്ലാരും വീട്ടിൽ നിന്ന് കാറി വന്ന് വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള വെട്ടെല്ലാം മേടിക്കുന്നുണ്ട് മൊണ്ണ. അതെ 2 വെട്ടട കിട്ടി കഴിഞ്ഞാൽ കൊണ്ടു കിട്ടി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോക്കോളം കേട്ടോ. ഇവിടെ പറയാ അതെന്തോ പരിപാടി? ഞാനില്ല നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് കുത്തി ഉണർത്തി ഇവിടെ കൊണ്ട് ഇരുത്തി കളിപ്പിച്ചാണ്ട് ഇപ്പൊ എന്റെ അടുത്ത് ഇറങ്ങി പോകാൻ. അത് ഇവിടുത്തെ ന്യായം. വീട്ടിൽ നിന്ന് കൊണ്ടുവരാ മോണാണ്. നമ്മളെ ഫസ്റ്റ് അതിനെ ഇട്ടിട്ട് കുഴപ്പമില്ല. പയ്യെ കണ്ടേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഹർത്താൽ ദിവസം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മളെ വീട്ടിലിരിക്കാനല്ല, വണ്ടി പഠിക്കാൻ വേണ്ടി. വണ്ടി പഠിക്കാൻ പറ്റിയ അടിപൊളി ദിവസമാണ് ഹർത്താൽ ദിവസം, അറിയോ? പയ്യെ ഒരു കുഴപ്പമില്ലട്ടെ. നമ്മുടെ തന്തയുടെ റോഡാ ഇത്, അങ്ങനെ ഓടിച്ചോ. ഒരു പട്ടിയും വരത്തില്ല വഴി, മനസ്സിലായോ? ഉണ്ടായിരിക്കാം അവിടെ പഠിപ്പിച്ചോടെ. നമ്മളെ ഹർത്താലല്ലയോ, ചുമ്മാ ഒന്ന് എയർപോർട്ടിൽ എഴുതി വെച്ചാ ആരും ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ